ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നിടത്തോളം റിപ്പോർട്ടർ TV പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. നമ്മൾ ഇന്നിപ്പോൾ കണ്ടെത്തിയ 47 വീടുകൾ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. ഇനി അതല്ല, മറ്റ് സന്നദ്ധ സംഘടനകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും നമുക്കത് സന്തോഷമാണ്. ഒരു മനുഷ്യൻ്റെയും കണ്ണീര് ബാക്കി വെച്ച് നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സംപ്രേഷണം തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ വന്നത് വിജയൻ ചേട്ടനാണ്. വിജയൻ ചേട്ടൻ എക്സ് മിലിറ്ററിയാണ്. അന്ന് ആ സമയത്ത് വിജയൻ ചേട്ടനാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. വിജയൻ ചേട്ടാ, ഒരു വർഷം കഴിഞ്ഞു. ബഷീർക്കയുടെ കട വേറെ രീതിയിൽ പുനരവതരിച്ചു. നല്ല വെയിൽ വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിലും വെയിലൊക്കെ വരുമായിരിക്കും അല്ലേ? വരണം. ഇപ്പോൾ പുനർജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള ഒരു ആശയാണല്ലോ. ആ പ്രത്യാശയോടുകൂടി തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറിക്കപ്പെട്ട് ചൂരൽമലയും മുണ്ടക്കയും പറിച്ച് കൽപ്പറ്റ കൊണ്ടുപോയി വെച്ചു എന്ന് പറയാം. മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിദ്യാലയം അത്യാവശ്യമായിട്ട് LP സ്കൂളെങ്കിലും ഗവൺമെൻറ് ഇവിടെ ഈ വർഷം തന്നെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കണം. ഇപ്പോൾ നമ്മൾ മന്ത്രിയുടെ ഈ കാര്യം സൂചിപ്പിച്ചു. മന്ത്രി പറഞ്ഞത് സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്, അതിനുള്ള നടപടിക്രമങ്ങളായി. അപ്പോൾ സ്കൂൾ ചൂരൽമലയിലേക്ക് തിരിച്ചു വരും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടപ്പ് രോഗികളായ കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു നേഴ്സിനെയും ഒരു ഡോക്ടറെയും ഇവിടെ അത്യാവശ്യമായി കൊണ്ടുവരണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഒരു പാരസെറ്റമോൾ വാങ്ങണമെങ്കിൽ. പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു നേഴ്സെങ്കിലും വേണം. അതെ. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു ഉപ്പോ ഒരു തീപ്പെട്ടിയോ വാങ്ങാൻ പറ്റുള്ളൂ. ഒരു ലൈറ്ററോ വാങ്ങണമെങ്കിൽ 13 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇവിടെ ആഴ്ചയിൽ 4 ദിവസം മാവേലി സ്റ്റോർ വരികയായിരുന്നു, മൊബൈൽ മാവേലി സ്റ്റോർ. ആ മാവേലി സ്റ്റോർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയോട് പറയുന്നു, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മൊബൈൽ മാവേലി സ്റ്റോർ ഈ ചൂരൽമല ടൗണിൽ വന്ന് പ്രവർത്തനം ആരംഭിക്കണം. എനിക്കൊന്ന് നമുക്ക് PCR നിന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മൊബൈൽ മാവേലി സ്റ്റോർ ഇപ്പോൾ എവിടെ വരെ വരുന്നുണ്ട്? മേപ്പാടി വരെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നില്ല. ആഴ്ചയിൽ 4 ദിവസം വന്നുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 4 ദിവസം വന്നുകൊണ്ടിരുന്ന മൊബൈൽ മാവേലി സ്റ്റോർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ ചൂരൽമല ഭാഗത്തേക്ക് വരണമെന്നുള്ള വളരെ ന്യായമായൊരു ആവശ്യമുണ്ട്. ആ ന്യായമായ ആവശ്യം ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് മുന്നിൽ വയ്ക്കുന്നു. ഒപ്പം സ്കൂളിൻ്റെ കാര്യം വിജയൻ ചേട്ടൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് നടപ്പിലാവുക. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യത്തിൽ ആരോഗ്യവകുപ്പും ഇടപെടുക എന്നുള്ളതാണ്. ഇപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ചൂരൽമലക്കാരുടെ മനസ്സിലും വെയിൽ ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ശരിക്കും.